Hello friends, I am Baiju Shodran. We have made a video on PDF and Revit in PDF single views create. The step is multiple views at a time PDF create printed options. This is a sheet created. We have sheet. These sheets one time create video. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിനകത്ത് നമ്മൾ പ്രിൻ്റ് കൊടുക്കുന്നു, കൺട്രോൾ പി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിൻ്റ് ഓപ്ഷൻ കിട്ടും. ഇതിൽ നമുക്ക് നേരത്തെ ഒരു കറണ്ട് വിൻഡോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വിൻഡോ മാത്രമേ വരുള്ളൂ. അത് നമ്മൾ സെറ്റ് ചെയ്തു. ഇവിടെ നമ്മൾ പുതിയത് A0 ഫോർ PDF എന്നും പറഞ്ഞ് സെറ്റ് ചെയ്യാം. നമുക്ക് അതല്ലെങ്കിൽ പുതിയത് ക്രിയേറ്റ് ചെയ്യാം. സേവ് ആസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പുതിയത് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. നമ്മളിവിടെ സെൻറ്റർ കൊടുക്കുന്നു, ഫിറ്റ് ടു പേജ് കൊടുക്കുന്നു, പ്രസൻറ്റേഷൻ, ബ്ലാക്ക് ലൈൻസ് വേണമെങ്കിൽ ബ്ലാക്ക് ലൈൻസ്, കളർ വേണമെങ്കിൽ കളർ, ഇതിങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുന്നു. നമ്മളിവിടെ ഇപ്പോൾ കളർ കൊടുക്കുന്നു, കളർ വരും. ബ്ലാക്ക് ലൈൻസ് പറയുമെങ്കിൽ അത് കൊടുക്കുന്നു, എന്നിട്ട് ഓക്കെ കൊടുക്കുന്നു. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കമ്പൈൻ മൾട്ടിപ്പിൾ ഷീറ്റ്സ് വ്യൂസ് ആൻഡ് ഷീറ്റ്സ് ഇൻ ടു സിംഗിൾ ഷീറ്റ്. നമ്മൾ അത് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സെലക്റ്റഡ് വ്യൂസ് എന്നും പറഞ്ഞിട്ട് ഇവിടെയുണ്ട്. സെലക്റ്റഡ് വ്യൂസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം സെലക്ട് കൊടുക്കുക. നമ്മളിവിടെ ഒരു പുതിയൊരു ഇത് സെറ്റ് ചെയ്യുന്നു. നമ്മളിതിനകത്ത് PDF A3 എന്നും പറഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കുറേ വ്യൂസുകളുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത വ്യൂസുകളൊക്കെ നമുക്ക് അൺചെക്ക് ചെയ്തിടാം. നമുക്ക് ഷീറ്റുകൾ മാത്രം മതി. അതുകൊണ്ട് ഷീറ്റ് മാത്രം സെലക്ട് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. നമ്മൾ ഫ്യൂച്ചർ സെക്ഷനിലേക്ക് ഇത് വേണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മൾ ഫ്യൂച്ചറിലേക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കൊടുത്ത് സെറ്റ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം നമ്മൾ ഒരു ഫോൾഡർ, ഏതെങ്കിലും ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് കുറേ ഫോൾഡേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ അത് വേറൊരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ PDF എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തു. ഫയൽ നെയിം നമ്മൾ ഇതാക്കി കൊടുത്തു, 1 2 3 4 എന്ന് പറഞ്ഞ് സേവ് ചെയ്തു. അപ്പം ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന മൾട്ടിപ്പിൾ വ്യൂസ് സിംഗിൾ ഷീറ്റായിട്ട് വരാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുത്ത് നമ്മുടെ ഫോൾഡർ നമ്മൾ PDF എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ പേര് കൊടുക്കുന്നു, PDF ഓൾ സെറ്റ്. അല്ല, അത് നമ്മളുടെ അനുസരണം കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഏതാണ് നമ്മൾക്ക് ചൂസ് ചെയ്യേണ്ടത് അതേ രീതിയിൽ നെയിം കൊടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. സേവ് കൊടുക്കുന്നു. അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് അവിടെ ക്രിയേറ്റ് ആവും. അറ്റ് വൺ ടൈം ഓരോരോ സിംഗിൾ വിൻഡോസ് എടുത്ത് നമ്മൾ PDF ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഒറ്റ ടൈമിൽ അറ്റ് ദ ടൈം നമുക്ക് ഏതൊക്കെ ഷീറ്റുകളാണ് നമുക്ക് വേണ്ടത് ആ ഷീറ്റെല്ലാം ഒറ്റ ടൈമിൽ ഈസി ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ജസ്റ്റ് ഇത് ഫോൾഡർ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വൺ ടൈമിൽ നമുക്ക് PDF എല്ലാം ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ PDF നോക്കുന്നു, PDF ഓൾ സെറ്റ് എന്ന് പറഞ്ഞ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതെല്ലാം ഇവിടെ ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. ഈ ഫസ്റ്റ് ഷീറ്റിൽ അങ്ങനെ വരാൻ കാരണം ഞാനതിൻ്റെ സൈഡിൽ നമുക്കൊരു ഇവിടെ ഇത് ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടാണ് അതങ്ങനെ വന്നത്. അത് ഞാൻ മാറ്റിയിട്ട് കാണിക്കാം. നമ്മൾ ഇത് ഡിലീറ്റ് ചെയ്ത് കളയുന്നു. അപ്പം ഇത് ഒരു ഷീറ്റാണ്. നമ്മൾ പ്രിൻ്റ് കൊടുക്കുന്നു. പ്രിൻ്റ് കൊടുത്തിട്ട് നമ്മൾ ഇത് സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ക്രിയേറ്റ് സെപ്പറേറ്റ് ഫയൽ എന്നും പറഞ്ഞ് കൊടുക്കുന്നു. ഇതിനകത്ത് സെലക്ട് ചെയ്തു. നമ്മുടെ ആവശ്യാനുസരണമായിട്ടുള്ള ഷീറ്റുകൾ സെലക്ട് ചെയ്തു. വ്യൂസ് വേണ്ട, വ്യൂസ് എന്ന് പറയുമ്പോൾ എല്ലാം ഉണ്ട്, അത് വേണ്ട. നമുക്ക് ഷീറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷീറ്റായിട്ട് കിട്ടും. ഓക്കെ കൊടുക്കുന്നു. പ്രിൻ്റ് ഓക്കെ കൊടുക്കുന്നു. You have chosen 8 views sheet a separate file. Do you wish to continue? നമുക്കത് കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെ 8 ഷീറ്റായിട്ട് സെപ്പറേറ്റ് വേണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഒന്നാമത്തേന് 1 എന്ന് കൊടുത്തു, സേവ് ചെയ്തു. അടുത്ത ഷീറ്റ് വരും. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്കിങ്ങനെ ഷീറ്റ് അറ്റ് എ ടൈമിൽ നമുക്ക് ക്രിയേറ്റ് ആവും. 8 ഷീറ്റ് സെപ്പറേറ്റ് ആയിട്ട് വരും. അതുപോലെ നമുക്ക് കമ്പൈൻഡും ആക്കാം. ഇത് ഇപ്പം 3 കൊടുത്തു. അതിപ്പം 3 നമുക്ക് ഇഷ്ടമുള്ള പേരാണ് കൊടുക്കുന്നത്. നമ്മുടെ കമ്പനിയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ പേര് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഡ്രോയിങ്ങിനും ഓരോ ഡ്രോയിങ് നമ്പേഴ്സ് കാണും. ആ ഡ്രോയിങ് നമ്പർ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ സേവ് ചെയ്യുന്നത്. റീനെയിം ചെയ്തെടുക്കാം. നിങ്ങൾക്ക് PDF റീനെയിമർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഈ പേരിനെ റീനെയിം ചെയ്തെടുക്കാം.
അഞ്ചാമത്തെ ഡ്രോയിങ് വന്നു, അത് കൊടുത്തു. ഇതെല്ലാം ഇതിനകത്ത് എന്തൊക്കെ ഷീറ്റുകളുണ്ടോ ആ ഷീറ്റുകളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമുക്കിവിടെ സേവ് ആവും. അടുത്ത 7 കൊടുത്തു, അത് സേവായി. അടുത്ത 8 കൊടുത്തു, അത് സേവായി. ഇപ്പോൾ എല്ലാ ഷീറ്റുകളും ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കത് നോക്കാം. ഇപ്പോൾ ഏതാണ്ടോ 1, 2 എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ 1 സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, 2 സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഷീറ്റുകളും നമുക്കിവിടെ സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ 1 ടൈമിൽ നമുക്ക് ചെയ്യാം. അത് വേണ്ടത് കമ്പൈൻഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പൈൻഡ് ആയിട്ട് ഷീറ്റ് വരും. ഞാനിതിനെ വീണ്ടും ഒന്നുകൂടെ റീനെയിം ചെയ്ത് യെസ് കൊടുത്തു. അപ്പോൾ ഇത് എത്ര ഷീറ്റ് ഉണ്ടോ ആ ഷീറ്റെല്ലാം കമ്പൈൻഡ് ആയിട്ട് അവിടെ വരും. ഇപ്പോൾ 8 ഷീറ്റുകളാണ് ഇവിടെ ഉള്ളത്. ഈ 8 ഷീറ്റുകളും അവിടെ കമ്പൈൻഡ് ആയിട്ട് ക്രിയേറ്റ് ആവും. ഒരു ഈസി മെത്തേഡാണ്. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റിവേറ്റ് AutoCAD പരമായിട്ടുള്ള എഡ്യൂക്കേഷണൽ പരമായിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നോക്കാം, ഇവിടെ PDF ഓൾ സെറ്റ് എന്നും പറഞ്ഞ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതുണ്ട്, ഫസ്റ്റ് ഷീറ്റ് വന്നു, സെക്കൻഡ് ഷീറ്റ്, തേർഡ് ഷീറ്റ്. അപ്പോൾ എല്ലാം ഒറ്റ ടൈമിൽ നമുക്കിവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ